ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC സിലബസിലെ സാഹിത്യ വിഭാഗത്തിൽ പ്രശസ്തമായ വരികൾ, കൃതികൾ, അവയുടെ എഴുത്തുകാർ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. ഇതാരുടെ വരികളാണ്? ഇത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ മറ്റൊരു വരിയാണ്, ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം, കാരാസ്തരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പു ശമിപ്പതുണ്ടോ. കാഞ്ഞിരത്തിന്റെ കുരു, അതാണ് കാരസ്തരത്തിൻ കുരു എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കാലാന്തരെ പാലിലിട്ടാലും, അതായത് വർഷങ്ങളോളം പാലിലിട്ടാലും അതിന്റെ കയ്പ് ശമിക്കില്ല. ഇത് കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. ഇതാരുടെ വരികളാണ്? ഭക്തകവി പൂന്താനം തന്റെ ജ്ഞാനപ്പാനയിൽ രചിച്ച വരികളാണിവ. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിൻ വാസമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. ഇതും പൂന്താനത്തിന്റെ വരികളാണ്. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നിതു ചിലർ. നാലപ്പാട്ട് നാരായണ മേനോൻ രചിച്ച വരികളാണ്. അനന്തമജ്ഞാനമവർണ്ണനീയമേ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർദ്യൻ കഥയെന്തു കണ്ടു. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കിലും. ഇതാരുടെ വരികളാണ്? മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ തന്റെ അധ്യാത്മരാമായണം എന്ന കൃതിയിൽ രചിച്ച വരികളാണിവ. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം. ഇതാരുടെ വരികളാണ്? തുള്ളലിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധമുലകിൽ സുലഭം. അടുത്തതായി എഴുത്തച്ഛന്റെ മറ്റൊരു വരി നമുക്ക് പരിചയപ്പെടാം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അതുപോലെ മറ്റൊരു വരിയാണ്, ആപത്തു വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടാ സജ്ജന ഭാഷിതം. എഴുത്തച്ഛന്റെ മറ്റൊരു വരിയാണ്, പ്രേമത്തിനേതോ മിളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ.